തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിക്ക് അനിശ്ചിതത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ CPM ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ബി.ജെ.പി ആക്രമിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ഭരണത്തെ താഴെ ഇറക്കാമെന്ന വലിയ പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMന്റെ നേതാക്കന്മാരും CPMന്റെ ഗുണ്ടകളും നടത്തിക്കൊണ്ടിരുന്ന പണപ്പിരിവ് കേന്ദ്രമായിരുന്നു പാളയം മാർക്കറ്റ്. ബി.ജെ.പിക്ക് നിലവിൽ 50 കൗൺസിലർമാരുടെ പിന്തുണ വ്യക്തമായി തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അത് മതിയാകും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് കൂടാതെ ഈ അവിശ്വാസ പ്രമേയത്തിൽ UDFും LDFും ഒന്നിക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഡൽഹിയിൽ ഇന്ത്യ സഖ്യം ഉള്ളതുപോലെ കേരളത്തിൽ തിരുവനന്തപുരം നഗരസഭയിലും ഇന്ത്യ സഖ്യം രൂപപ്പെടുമോ എന്നുള്ള പ്രധാന ചോദ്യവും ഉയർന്നു വരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിക്ക് അനിശ്ചിതത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് CPM കൂട്ടുകെട്ടിൽ അങ്ങനെ ഒരു ഗൂഢാലോചന സ്വാഭാവികമായും നമ്മൾ സംശയിക്കണം. കാരണം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കൈയാളുന്ന കൗൺസിലർമാരെയും CPMന്റെ ഗുണ്ടകളായിട്ടുള്ള കൗൺസിലർമാർ നേരിട്ട രീതി നമ്മൾ കണ്ടതാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പിതാവിന് തന്റെ ഔദ്യോഗിക ഓഫീസിലേക്ക് കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ, നൂറുകണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുന്ന ആ വഴിയിൽ അദ്ദേഹത്തെ തടയുകയും കായികമായി ആക്രമിച്ച് അദ്ദേഹത്തിന്റെ കാല് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥ് ഉൾപ്പെടെയുള്ള ആളുകളെ. അപ്പോ ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് രാഷ്ട്രീയമായിട്ട് പ്രാദേശിക രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്, സംസ്ഥാന ദേശീയ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. പ്രാദേശിക രാഷ്ട്രീയ കാരണങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം നഗരത്തിൽ CPM ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ CPM ഭരണത്തിലില്ല. തിരുവനന്തപുരം നഗരത്തിൽ CPM MLA ഇല്ല. CPM സംസ്ഥാന ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ തിരുവനന്തപുരം നഗരത്തിൽ CPM പ്രസക്തമല്ലാതെ CPMന് യാതൊരുവിധ രാഷ്ട്രീയ ജനാധിപത്യപരമായിട്ടുള്ള സ്പേസ് ഇല്ലാതെ, ഇടമില്ലാതെ പോയിരിക്കുകയാണ്. അപ്പോ അത് ഒന്നാമത്തെ കാരണമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ബി.ജെ.പി ആക്രമിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ ഭരണത്തെ താഴെ ഇറക്കാമെന്ന വലിയ പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, കഴിഞ്ഞ 50 വർഷത്തിലേറെയായി തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാനത്തെ ഒരു വെള്ളാനയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റിക്കും നേതാക്കന്മാർക്കും സംസ്ഥാനത്തുടനീളവും ലോകത്തുടനീളവും സഞ്ചരിക്കാനും അവരുടെ കുടുംബങ്ങൾ പരിപോഷിപ്പിക്കാനും അവരുടെ പോക്കറ്റ് മണിക്കും ഒക്കെ അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ വ്യാവസായികവും സാമൂഹികവുമായിട്ടുള്ള സമ്പത്തിനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ജനാധിപത്യപരമായി ജനങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ഗുണ്ടാപിരിവുകൾ കിട്ടുന്നില്ല. അവർക്ക് അവരുടെ അനധികൃതമായിട്ടുള്ള പണപ്പിരിവുകൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ CPMന്റെ നേതാക്കന്മാരും CPMന്റെ ഗുണ്ടകളും നടത്തിക്കൊണ്ടിരുന്ന പണപ്പിരിവ് കേന്ദ്രമായിരുന്നു പാളയം മാർക്കറ്റ്. ആ പാളയം മാർക്കറ്റിനകത്ത് അനധികൃതമായിട്ടുള്ള ഗുണ്ടാപിരിവ്, അനധികൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഇല്ലാതാക്കുന്ന സമീപനമാണ് ബി.ജെ.പി സ്വീകരിച്ചത്. ഏറ്റവും സുതാര്യമായി ജനാധിപത്യപരമായി കൂലിപ്പണിക്കാർക്ക്, അവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്ക്, അവിടുത്തെ ചെറിയ കച്ചവടക്കാർക്ക്, മീൻ വിൽപ്പനക്കാർക്ക്, അവിടുത്തെ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് നഗരസഭ ഏർപ്പെടുത്തുന്ന 20-25 രൂപയോ മാത്രം തറവാടകയായി നൽകിക്കൊണ്ട് കച്ചവടം നടത്താവുന്ന സ്ഥിതി ഉണ്ടാകുന്നു. 500, 1000, 2000 ഒക്കെ അവിടുത്തെ CPMന്റെ പ്രാദേശിക നേതാക്കന്മാർക്ക് നൽകി അവരുടെ ലാഭമെല്ലാം CPM തിന്ന് കൊഴുക്കുന്ന സ്ഥിതി ബി.ജെ.പിയുടെ മേയറുടെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ ഭരണസമിതി തിരുവനന്തപുരത്ത് ആ സാഹചര്യം അതില്ലാതാക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ്. ആ സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ വലിയ വൻകിട വ്യവസായ സംവിധാനങ്ങളിൽ നിന്ന്, കച്ചവടങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ
CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ഒന്നുമല്ലാതായി പോകുന്നു. അവരുടെ AKU സെന്ററിൽ ഇരിക്കുന്ന, അവരുടെ നേതാക്കന്മാർ താമസിക്കുന്ന, അവരുടെ കൈപ്പിടിയിൽ ഉണ്ടായിരുന്ന 50 വർഷത്തിനിടയിൽ അവരുടെ കൈപ്പിടിയിൽ അവർ വെച്ചുകൊണ്ടിരുന്ന ഈ പ്രദേശത്തെ BJP താമര വിരിയുന്ന രീതിയിലേക്ക്, അവരുടെ കോട്ടകൊത്തളങ്ങളിൽ താമര വിരിയുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ സുഗതന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കണ്ടത്. എന്തിനാ സുഗതനെ ആക്രമിക്കുന്നത്? CPM അല്ലാതെ മറ്റാരും നഗരസഭ രൂപീകരണത്തിന് ശേഷം വിജയിച്ചിട്ടില്ലാത്ത ഒരു വാർഡാണ് വാഴോട്ടുകോണം. ആ വാർഡിനകത്ത് സുഗതനെ പോലെ ജനകീയ അടിത്തറയുള്ള, അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ ജയിച്ചു വരുന്നു. അദ്ദേഹം BJP-കാരനാണ്. അപ്പോ എങ്ങനെയെങ്കിലും സുഗതനെ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ മേയറെ കായികമായിട്ടും വ്യക്തിപരമായും ആക്രമിക്കുക, തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഇല്ലാതാക്കുക, ഇത് CPM-ന്റെ അജണ്ടയാണ്. ഈ അജണ്ടയ്ക്കൊപ്പം കൈകോർക്കുന്ന സ്ഥിതിയാണ് ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള UDF-ന്റെ, കോൺഗ്രസിന്റെ ടീം, കൗൺസിലർമാരുടെ ടീം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജനാധിപത്യത്തിൽ, നമ്മുടെ ഭരണക്രമത്തിൽ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ പഞ്ചായത്ത് രാജ്, മുനിസിപ്പൽ ആക്ട് ഉൾപ്പെടെയുള്ള ആക്ടുകൾ പ്രകാരം നമുക്കറിയാം, ഭൂരിപക്ഷമല്ല ഒരിടത്തെ ഭരണത്തെ തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കക്ഷിക്ക് ഭരണത്തിൽ വരാനുള്ള, ഭരണം നിലനിർത്താനുള്ള, ഭരിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ ജനാധിപത്യത്തിലും നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആക്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJP-ക്ക് നിലവിൽ 50 കൗൺസിലർമാരുടെ പിന്തുണ വ്യക്തമായി തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അത് മതിയാകും BJP-ക്ക് ഭരണം മുന്നോട്ട് പോകാൻ. BJP തിരുവനന്തപുരം നഗരസഭയിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വികസിത തിരുവനന്തപുരം എന്ന വലിയ കാഴ്ചപ്പാടുണ്ട്. അത് വികസിത കേരളത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് കേരളം മാറേണ്ടത് എന്നതിന്റെ ഒരു പരിച്ഛേദമായിരിക്കും, അതിന്റെ ഒരു ഉദാഹരണമായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ വരുന്ന നാളുകളിൽ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും BJP ഭരണസമിതിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്ന മാറ്റം. അപ്പൊ ഈ മാറ്റം ഉണ്ടാകരുത്. ജനങ്ങൾ അവരിലേക്ക് BJP മുന്നോട്ട് വെച്ച ഈ വികസനത്തിന്റെ കാഴ്ചപ്പാട് അത് യാഥാർത്ഥ്യമായാൽ ഒരു ഘട്ടത്തിലും BJP-യെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിൽ BJP-യുടെ തുടർ ഭരണങ്ങൾ കേരളത്തിൽ, തിരുവനന്തപുരത്തും മറ്റ് നഗരസഭകളിലും മറ്റ് പഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ടാകും. തിരുവനന്തപുരം നഗരസഭ അതിന്റെ ഉദാഹരണമായി മാറും. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പാഴ് ശ്രമങ്ങൾ കൊണ്ട്, ഈ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട്, ഈ മോശം പ്രചരണങ്ങൾ കൊണ്ട് CPM-ഉം കോൺഗ്രസും ഉദ്ദേശിക്കുന്നത്. അവർ ഈ രാജ്യത്തുടനീളം പരീക്ഷിച്ചു പാളിപ്പോയ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു തരത്തിലുമുള്ള അവിശുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ കൂട്ടുകെട്ടിനെ BJP-യുടെ NDA-യുടെ മേയറെയും ഭരണസമിതിയെയും തിരുവനന്തപുരം നഗരസഭയിൽ താഴെ ഇറക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് നിയമപരമായി ഞങ്ങൾ അതിനെ ചെറുക്കും, ജനകീയമായ പ്രക്ഷോഭങ്ങളിലൂടെ അതിനെ ചെറുക്കും. ജനങ്ങളെ അണിനിരത്തി അവരുടെ സംവിധാനം കാത്തു സൂക്ഷിക്കാൻ, അവരുടെ വിശ്വാസം നേടി അധികാരത്തിലെത്തിയ, അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ ഭരണസമിതിയെ നിലനിർത്താൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങും. ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കുന്നത് BJP-യുടെ നേതൃത്വത്തിൽ ജനകീയ അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. അവരെന്ത് ശ്രമങ്ങൾ നടത്തിയാലും, അവരിനി എന്ത് വലിയ പ്രചരണം നടത്തിയാലും, എന്ത് കൊട്ടിഘോഷിക്കലുകൾ നടത്തിയാലും, ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയ ഒരു സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങൾ അനുവദിക്കില്ല. അവരുടെ വിശ്വാസവും അവരുടെ പിന്തുണയും BJP-ക്കാണ്, NDA-ക്കാണ്, VV രാജേഷിനാണ്. എന്തായാലും ഇവിടെ എടുത്ത് പറയേണ്ടത്, UDF-ഉം LDF-നും ഒറ്റയ്ക്ക് അവിശ്വാസത്തിന് അംഗസംഖ്യ ഇല്ല എന്നുള്ളതാണ്. ഒന്നിച്ചു നിന്നാൽ ഭാവിയിൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള സംശയം LDF-നും ഉണ്ട്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.